ഹലോ ഗൈസ്, രാവിലെ തന്നെ വണ്ടി എടുത്ത് നമ്മൾ നേരെ പോയത് ഈ ചേട്ടന്റെ കടയിൽ നിന്ന് മോര് കുടിക്കാനാണ്. രാവിലെ എന്ന് പറയുമ്പോൾ അത്ര രാവിലെ അല്ല, എന്നാലും കുറച്ച് ഉച്ചയായി. ഈ ചൂടത്ത് ഒരു മോര് കുടിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂല. അങ്ങനെ മോരും കുടിച്ച് നമ്മൾ നേരെ ജുമാക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മദ്രസക്കകത്ത് കുറച്ചു നേരം ഇരുന്ന് കാര്യം പറയും. എനിക്ക് ഒരു സമാധാനം ഇല്ലെന്നേ. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ പള്ളിയിൽ നിന്ന് ലേലം ഉണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ കൊല്ലലേലം പിടിച്ച് അപ്പോഴേ കൂട്ടായി. നമ്മൾ ഡിസ്കസ് ചെയ്യണ ലോക കാര്യങ്ങളൊക്കെ ആയിട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നമ്മളെ ഫാദർ. ഹായ് പറയുമോനെ. ഇവനാണെങ്കിൽ ഭയങ്കര നാണക്കാരനാണ്. അവൻ നാണക്കാരനാണെങ്കിൽ ഇവൻ വില്ലൻ. എടുക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചെടുത്തിരിക്കുകയാണ് അവന്. എന്നോട് കളിച്ചോണ്ടിരുന്നപ്പോഴാണ് നമുക്ക് സൈഡിൽ നിന്ന് ഊക്ക് വന്നത്. കാര്യം വേറെ ഒന്നും അല്ല, ചെന്നൈ തോറ്റി, അത് തന്നെ വിഷയം. ഇന്ന് ക്യാപ്റ്റൻസിൽ ജയിക്കും. അതിന് വേണ്ടിയാണ് ധോണി ഇത്രയാളൊന്ന് നിന്നത്. അവന്റെ ക്യാപ്റ്റൻസിലെ ജയിക്കാം. ധോണി ക്യാപ്റ്റനായിട്ട് ജയിക്കാവും. ഗെയ്ക്വാദ് ക്യാപ്റ്റനായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ ധോണിയുടെ വില പോകും. അതുകൊണ്ടാണ് ധോണി ഒന്ന് കൊട്ടി എന്ന് തോപ്പിച്ചത്. പൂക്കെല്ലാം കേട്ടിട്ട് നമ്മൾ പോയി കിടന്നുറങ്ങി. രാത്രി നമ്മൾ നേരെ പോയത് ആനന്ദട്ടന്റെ തട്ടുകടയിൽ. ഈ കട 1984 തൊട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ ഐറ്റംസ് കുറെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പെറോട്ടയും ചിക്കൻ ഫ്രൈ ആണ്. അവിടെ നിന്ന് 3 പെറോട്ടയും ചിക്കൻ ഫ്രൈ നിന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോ ബാക്കി പിന്നെ ഓക്കെ ബൈ.